അതിനെ പിന്തുണക്കാൻ ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെയും BJP-യുടെയും ആ ഒരു ഐക്യത്തെ നമ്മൾ ദളിതർ കൈ നോക്കി നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ദളിതരുടെയും ആദിവാസികളുടെയും ഒരു ഐക്യനില രൂപപ്പെട്ടുകൊണ്ട് UDF-നെ ഭരണത്തിലേക്കുക. ഇതാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീക്ഷയായി കാണുന്നത്. അതുകൊണ്ട് ഗീതാന്റെ ഉൾപ്പെടെയുള്ള ആളുകളും ജാനുവിന്റെ വരവുമെല്ലാം ആ രീതിയിൽ സണ്ണിക പിക്കാട്ടിനൊക്കെ UDF-നോടുള്ള വരവ് കേരളത്തിലെ പുതിയൊരു മുന്നേറ്റത്തിന് വഴിവെക്കും. ആ നിലയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു കഴിഞ്ഞ 25 വർഷമായിട്ട്. പലപ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും സമരരംഗത്ത് യാതൊരു മറയില്ലാതെ ഇടപെട്ട ഒരാളാണ്. പക്ഷേ മാറി നിന്നുള്ള ഒരു ഇടപെടലിനേക്കാൾ നല്ലത് കേരളത്തില് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെയും അതിനെ നെഞ്ചിലേറ്റുന്ന പ്രവർത്തകർ ഇപ്പം പല വിഭാഗങ്ങൾ ആദിവാസികളും ദളിതരും മാത്രമല്ല ഞങ്ങളോടൊപ്പം ഉള്ളത്. ഒരു ഭൂസമര നേതൃത്വം എന്ന രീതിയിൽ തന്നെ നിരവധി മുസ്ലിങ്ങളും ഈഴവരും നായരും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഞങ്ങളോടൊപ്പം തെക്കൻ ജില്ലകളിലുണ്ട്. അവരെ കൂടി അണിനിരക്കും വരുന്ന ദിവസം നടക്കുന്ന മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന വരെ. അവർക്കൊന്നും വ്യക്തമായ രാഷ്ട്രീയമില്ലവരല്ല. എന്നാൽ അവരാരും തന്നെ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേര് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളല്ല. ഫസ്റ്റ് ലെൻ വോട്ട് ഇതായിരുന്നു ഞങ്ങൾ 20 വർഷമായി ഇവിടെ അനുവർത്തിച്ചിരുന്നത്. ഭൂമി തരിക, അതിനുശേഷം വോട്ട് ചെയ്യുക. അപ്പൊ ആ രീതിയിലൊരു നിഷ്ക്രിയത്വം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മേഖലയിൽ. അതിനേക്ക് ഒരു പുതിയൊരു ഉണർവിലേക്ക് നയിക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോഴത്തെ ഞങ്ങൾ UDF-ലോ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കണ്ണൂരിലും കഴിഞ്ഞ കുറെ കാലമായി നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നേരത്തെ ശ്രീ മാർട്ടിൻ പറഞ്ഞതുപോലെ 95-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏഴോമ്പൂരുള്ള CPM-ന്റെ ശക്തിദുർഗ മേഖലയിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ച് 275 വോട്ടിന് ജയിച്ച ഒരാളാണ് ഞാൻ. അതിനുശേഷം ആ വാർഡ് 30 വർഷത്തിന് ശേഷമാണ് എന്റെ കൂടി ഒരു ഇടപെടലുള്ളതുകൊണ്ട് ഇത്തവണ അത് UDF-ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയിരിക്കുന്നത്. അതും ബൂത്തിൽ കയറി വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ഞങ്ങളുടെ ദളിത് പ്രവർത്തകരായിരുന്നു ബൂത്ത് ഏജന്റുമാരായിട്ട് ഉണ്ടായിരുന്നത്. കുറെ സ്ത്രീകളും ആ ബൂത്തിന് പുറത്തുണ്ടായിരുന്നു. അവസാന ഘട്ടം സ്ഥാനാർത്ഥിയും അവിടുത്തെ ബൂത്ത് ഏജന്റുമാരെ ബൂത്തിനകത്ത് കയറി ആക്രമിച്ചിട്ട് സ്ത്രീകളെയൊക്കെ ജാതി ആക്ഷേപം ചെയ്ത് പിന്നെ അവിടെ അടിച്ചുപിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പോലീസ് കേസെടുക്കുന്നില്ല. ഇന്നലെ ഒരു പോലീസ് സ്റ്റേഷൻ മാത്രം ഉൾപ്പെടുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ദളിതരെ വംശീയമായി അകറ്റുക എന്നൊരു നയം ഇടതുപക്ഷത്തിനുണ്ട്. അതുകൂടി കോൺഗ്രസിൽ വരുന്നതോടുകൂടി അതിനൊരു മാറ്റം ഉണ്ടാകണം. അതിനകത്തുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഏറ്റെടുക്കണം. ഇത് തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോട് പറയുന്നത്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ അത് അവർ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയുന്നതാണ് പലപ്പോഴും ഈ സമൂഹം പല രീതിയിൽ ചെതറിപ്പോകാനും അല്ലെങ്കിൽ മറ്റർത്ഥത്തിൽ മറ്റ് AKS, PKS എന്നൊക്കെ പറയുന്ന CPM-ന്റെ ഒക്കെ സംഘടനകളിലൊക്കെ ആളുകൾ ചെന്ന് ചാടുന്നത്. അതിന് ഒരു അറുതി ഉണ്ടാകുന്നത് കൂടിയാണ് ഞങ്ങളുടെയൊക്കെ കോൺഗ്രസ് പ്രവേശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്.